വീട്ടിലേക്ക് ഒരു അതിഥി എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞങ്ങളിന്ന് ചേന നടാൻ പോവുകയാണ്. ചേന നടുന്നത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും പറഞ്ഞു തരാവേ. നമ്മൾ ഈ ചേനയും ചേമ്പും ഒക്കെ നട്ട് നമ്മൾ കഴിക്കുവാണെങ്കിൽ അത് ഏറ്റവും നമ്മുടെ ശരീരത്തിന് നല്ലതായി വാങ്ങിച്ച് കഴിക്കുന്നതാണ്. ഇപ്പം കൂടുതലും ഈ ഫാസ്റ്റ് ഫുഡൊക്കെ ആണല്ലോ, അതിനേക്കാളും ഒക്കെ ശരീരത്തിന് നല്ലതാണ്. ഇതെങ്ങനെയാണ് നടുന്നതെന്ന് ആദ്യം പറഞ്ഞു. ഇത് ചേനയാണ്. ഈ ചേനയ്ക്ക് മുള വന്നിരിക്കുന്നതാണിത്. ഈ ആവശ്യമില്ലാത്ത മുളകളെല്ലാം ഇത് കുത്തിക്കളയണേ. ചെറിയ പിച്ചാത്തി എടുത്തിട്ട് ഈ ആവശ്യമില്ലാത്ത മുളകളെല്ലാം കുത്തിക്കളഞ്ഞിട്ട് നമ്മളത് മുറിക്കണം. ചേന ഈ ശക്തിയൊക്കെ കരുത്ത് കുറഞ്ഞ മുളയുണ്ട്, അതൊക്കെ കുത്തിക്കളഞ്ഞിട്ട് മുറിക്കണം നമ്മൾ. ഈ ചേന നമ്മൾ നട്ടെന്നാൽ നമുക്ക് ഒത്തിരി ഒന്നും വീട്ടിലേക്കൊരു അവധിയുണ്ട്. ഈ ചേന നട്ടെന്നാൽ കൂടുതലൊന്നും നമ്മൾ ഒരുപാട് പണിയൊന്നും പണിയേണ്ടി വരികയില്ല. ഇതിന് ചേനയൊക്കെ കൊണ്ട് നട്ട് കഴിഞ്ഞ് ചാണകവും ചവറും ഒക്കെ വെച്ച് നട്ട് കഴിഞ്ഞെന്നാൽ പിന്നെ നമുക്കതിന് ഒരു പ്രാവശ്യം ഒന്ന് തെളിച്ച് പള്ള കയറുമ്പം ഒത്തിരി കാടാകുമ്പം ഒന്ന് തെളിച്ച് കൊടുത്ത് വളമൊക്കെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. നീ കാണുന്നതെല്ലാം മുറിച്ചെടുക്കണം അല്ലേ? ഹലോ ഗൈസ്, നമ്മൾ ചേന നടാൻ പോവാണ്. ഇനി സ്ഥലം ഒരുക്കണം. ചേന നട്ടെന്നാലും നട്ട് പറിക്കുമ്പോഴത്തേനും നമുക്ക് പറിച്ച് കൊടുക്കാനുള്ള ചേന ഉണ്ടാവും. ചേനയ്ക്ക് നല്ല വിലയാണ്. ചേന നടാൻ വേണ്ടിയിട്ട് നമ്മൾ കുഴിയൊക്കെ ഉണ്ടാക്കുവാണ്. നന്നായിട്ട് ഇളക്കിയിടണം. ചേനയുടെ വേരൊക്കെ ഓടാൻ എളുപ്പമുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി നല്ലപോലെ കിളച്ച് കൂട്ടിയേക്കണം. നമ്മൾ കപ്പ നടാനായിട്ട് എടുക്കുന്നത് പോലെ തന്നെ നമ്മൾ എടുക്കണം. ഇങ്ങനെ കിളച്ച് ഇനി ഇതിൻ്റെ നടുക്ക് ഇങ്ങനെ കിളച്ചിട്ട് ഇങ്ങനെ കിളച്ച് ഇതൊക്കെ നമുക്ക് വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്കൊക്കെ ചെയ്യാവുന്ന പണിയായത്. ഇത് പറിച്ച് കൊടുക്കാറാകുമ്പോഴും നല്ലൊരു വരുമാന മാർഗമാണ് ഇതൊക്കെ. വീട്ടിൽ അടുക്കള പണിയുന്ന കൂടെ തന്നെ ഇതൊക്കെ അങ്ങ് പൊക്കോളും. ചേന നടാനായിട്ട് കുഴിയെടുത്ത് ഇനി ഇത് ചപ്പ് നിരത്തുവാണ്. ഇതിൻ്റെ അകത്ത് ചപ്പ് നിരത്തിയിട്ടാണ് ചേന വെക്കുന്നത്. ചേന വെച്ചിട്ട് കുറച്ച് ചാണകം ഇടണേ. കാണാൻ പാകത്തിന് വെക്കണേ കുഴി വെക്കുമ്പോഴേ. എന്നിട്ട് ചാണകം ഇടണേ. നന്നായിട്ട് ചാണകം അതിൻ്റെ മുകളിലേക്ക് ഇടണം. ഈ ചപ്പടിയിലിടുന്നത് ഇതിന് വേരുണ്ടാകുമ്പം വേരിറങ്ങി ചെല്ലാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഈ ചപ്പ് ഇതിൻ്റെ അടിയിലിടുന്നത്. ഇനി അല്പം ചപ്പും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഇടണം. ഇനി നമ്മൾ കുഴി കുത്തിയിട്ട് ചപ്പിട്ടു. ചപ്പിൻ്റെ മുകളിൽ ചേന നട്ടു. ചേനയുടെ മുകളിൽ ചാണകപ്പൊടി ഇട്ടു. ചാണകപ്പൊടിയുടെ മുകളിൽ വീണ്ടും ചപ്പിട്ടു. അത് കഴിഞ്ഞ് നമ്മൾ മൂടുവാണ്. നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നേക്കാളുമൊക്കെ ഇന്നത്തെ കാലത്ത് എല്ലാവരും കടയിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കും. അസുഖങ്ങളൊക്കെ വിളിച്ച് വരുത്തുവാണ്. ഇതാണെങ്കിൽ എന്തെങ്കിലും ചെറിയ അസുഖമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഇതൊക്കെ ഈ ചേനയൊക്കെ പുഴുങ്ങി കഴിക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ കറി വെച്ച് സാമ്പാറിനോട് ഇട്ടൊക്കെ കഴിക്കുവാണെങ്കിൽ നമുക്കുള്ള അസുഖമൊക്കെ മാറിക്കോളൂ. ഇനി ഇതിൻ്റെ മുകളിൽ അല്പം കൂടെ ചപ്പ് ഇടണം. ഈ
പുതുമഴയൊക്കെ പെയ്തപ്പോഴേ ചേന നട്ടു. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ ചേമ്പ് നടുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാവേ. അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ബൈ.